പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വന്യ പരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ ഈ ആത്മീക ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഏവർക്കും വേഗം വരാം നരുളി ചെയ്ത നിസ്തുലനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ദിവസം കൂടി നമ്മുടെ പ്രാണപ്രിയനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഈ ഭൂപരപ്പിൽ ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തിനായി നമ്മുടെ കൈയും ശബ്ദവും ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മറ്റു മുഖരകളൊന്നും ഞാൻ പറയുന്നില്ല. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 12, 13, 14 വാക്യവും അതിൻ്റെ 20, 21 വാക്യവും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12, 13, 14 വാക്യവും 20, 21 വാക്യവും. മതി. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഒരിക്കൽ കൂടി ദൈവവചനവുമായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ, ദൈവകൃപയിൽ ഞങ്ങളെ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം കർത്താവ് എടുക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ദൈവവചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗം ആണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവായ യേശു ക്രിസ്തു നിരവധി യാത്രകൾ ചെയ്ത് അനന്തരം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നതാണ്. എന്നാൽ കർത്താവ് ആ യാത്രയുടെ മധ്യത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില ആത്മിക ദൂതുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വേഗത്തിൽ സമയോചിതമായി സംസാരിച്ചിരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് 12-ാം വാക്യം തുടങ്ങുന്നത്. പിറ്റേന്നാൾ അവൻ ബെഥാനി വിട്ട് പോരുമ്പോൾ കർത്താവിന് വളരെ വിശന്നു. വിശക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. കർത്താവ് ഒരത്തിയെ കാണുന്നു. അതാണ് 13-ാമത്തെ വാക്യം. ആ അത്തിയിൽ 13-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ഇലയുള്ള ഒരത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. ഫലമുള്ള അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇലയുള്ള ഒരത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. ദൂരെ നിന്ന് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ഫലം ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച കർത്താവ് അതിൻ്റെ അരികെ ചെന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് വീണ്ടും അത്തി എന്ത് ചെയ്തു? നോക്കി. അപ്പോൾ അവിടെ വീണ്ടും അവിടെ തെളിയിച്ചു പറയുന്നു, അതിൽ ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇലകൾക്കപ്പുറം ഫലവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വലിയൊരു സന്ദേശമാണ്, സമയോചിതമായി പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എങ്കിലും വേഗത്തിൽ 1-2 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. കർത്താവ് ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുന്നത് ഇലയുള്ള മരങ്ങളെയല്ല, ഫലമുള്ളവരെയാണ്. ആമേൻ. എന്നാൽ ഇലകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ ഫലത്തോടുള്ള പ്രാധാന്യം ദൈവസഭകളും ദൈവജനങ്ങളും മറന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ 2025 ഈ മാർച്ച് മാസം, ഈ ആഴ്ചയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇല കൊണ്ട് തൃപ്തരാകാതെ ഫലത്തിലേക്ക് വളരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് വളരെ ഇങ്ങനെ തിരയുക. നമ്മളെല്ലാവരും പലരും ഈ കണ്ണാടി ഉപയോഗിക്കുന്നവരാണ്. ഈ ലോങ് സൈറ്റുമുണ്ട്, ഷോർട്ട് സൈറ്റുമുണ്ട്. കർത്താവ് ആദ്യം ലോങ് സൈറ്റിലാണ് നോക്കുന്നത്, ആ അത്തിയെ എന്തെങ്കിലും ഫലം അതിനകത്ത് കിട്ടുമോ എന്ന്. എന്നാൽ അടുത്ത് ചെന്ന് അടുത്തുള്ള കാഴ്ചയിൽ കർത്താവ് ആ അത്തിയെ വീക്ഷിച്ചപ്പോൾ ദൂരെ നിന്ന് എന്താണോ കണ്ടത് അതുതന്നെയാണ് കർത്താവ് അടുത്ത് എന്നും അത്തിയിൽ കാണുന്നത്. അപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇത് നോട്ടത്തിന്റെ പ്രശ്നമല്ല, ഇത് അത്തിയുടെ കുഴപ്പമാണ്. ആമേൻ. നാളുകൾക്ക് മുൻപ് ഫലമുണ്ടായിരുന്ന ഒരു ചരിത്രം ഈ അത്തിക്ക് പറയാനുണ്ട്. പക്ഷെ ദൈവം അതല്ല വിഷയം. അന്ന് കർത്താവ് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് ആവശ്യമുള്ള സമയത്ത് അതിനകത്ത് എന്തില്ലായിരുന്നു?
ഫലമില്ലായിരുന്നു. ഇതിനെ കർത്താവ് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ നിന്ന് മേലാൽ ആരും ഫലം തിന്നാതിരിക്കട്ടെ. 20-ാമത്തെ വാക്യത്തിൽ തിരികെ യാത്ര ചെയ്തു വരുമ്പോൾ പത്രോസ് പറയുകയാണ്, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. ഉണങ്ങിപ്പോയെന്നല്ല വാക്യം, ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പത്രോസ് ഇങ്ങനെ ചിന്തിക്കുന്നു, നീ ഒരു വാക്ക് പറഞ്ഞാൽ പച്ചപ്പടക്കനെ നിൽക്കുന്ന ഒരു അത്തി ഇങ്ങോട്ട് വന്നപ്പോൾ ഫലം തിന്നാതെ, അല്ലെ ഫലമില്ലാതിരുന്നപ്പോൾ അതിലിനി മേലാൽ ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ച കർത്താവിനെയാണ് പത്രോസിൻ്റെ അകത്ത് ചിന്തിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, നേരത്തെ ഉണങ്ങിപ്പോകുമെന്ന് പത്രോസിന് ധാരണയുണ്ടായിരുന്നെങ്കിൽ ആ വാക്യം ഇങ്ങനെ എഴുതിയേനെ, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയി. അങ്ങനെയല്ല, അതിശയോക്തിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉണങ്ങി പോയല്ലോ. അതിൻ്റെ അർത്ഥം പത്രോസിന്റെ അകത്തൊരു ചിന്തയുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെയാ അത്തിയിരുന്നോ അതുപോലെ തന്നെ തിരികെ വരുമ്പോഴും അത്തിയിരിക്കും. എന്നാൽ പത്രോസിന്റെ ചിന്തകളെല്ലാം മാറി. ഇത്രയും നാൾ കൂടെ നടന്ന് രോഗികളെ സൗഖ്യമാക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ ചെയ്യുന്ന ഒരു യേശു കർത്താവിനെ മാത്രമേ പത്രോസിന് അറിയത്തുള്ളായിരുന്നു. പക്ഷെ അന്ന് പത്രോസിന് മനസ്സിലായി, അവൻ അനുഗ്രഹിക്കാൻ കഴിയുന്ന ദൈവം മാത്രമല്ല, ന്യായം വിധിക്കാൻ കഴിയുന്ന ന്യായകർത്താവാണെന്നും അവന്റെ അധരത്തിന് അധികാരമുണ്ടെന്ന് പത്രോസിന് മനസ്സിലായി. ഇന്നത്തെ ദൈവസഭകൾക്കകത്തും ഇന്നത്തെ ആത്മീക കൂട്ടായ്മകൾക്കകത്തും ദൈവഭയം വരണമെങ്കിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിനപ്പുറം വെട്ടുവാൻ കഴിയുന്ന, ഉണക്കുവാൻ കഴിയുന്ന, നശിപ്പിക്കുവാൻ കഴിയുന്ന, അതേസമയം ഭക്തന്മാരെ വളർത്തുവാൻ കഴിയുന്ന ദൈവം ആരാണെന്ന് പഠിക്കണം. ഇന്ന് എവിടെ കേട്ടാലും പ്രോസ്പിരിറ്റിയുടെ മെസ്സേജുകളാണ്, എവിടെ കേട്ടാലും അനുഗ്രഹമാണ്. എന്താണ് യഥാർത്ഥ അനുഗ്രഹം? നമ്മൾ ഈ കാണുന്നതൊക്കെ നന്മയാണ് ദൈവമക്കളെ. പ്രൈസലോ, നമ്മൾ ഈ കാനഡയിൽ വന്നത് ദൈവം നമുക്കൊരുക്കിയ ഒരു നന്മയാണ്. ആമേൻ. ദൈവം നമുക്കൊരു വീട് തന്നത് ഇതൊരു നന്മയാണ്. ദൈവം നമുക്ക് ജോലി തന്നെങ്കിൽ അതൊരു നന്മയാണ്. വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ പറയുന്ന വളർച്ചകളെല്ലാം ഇലകളാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഇലകളാണ്. കുറെ ഇലകൾ കിളിർത്തെന്ന് പറഞ്ഞിട്ട് എല്ലാം തികഞ്ഞിരിക്കുന്ന ആത്മീക മനോഭാവത്തിനപ്പുറം ഇലകൾക്കിടയിൽ ആത്മീക ഫലം കൊതിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ അവന്റെ വിശുദ്ധിക്കൊത്ത് ദൈവസഭ വളരണം. ആമേൻ. ആത്മീയമായി ദൈവസഭ ഫലവത്താകണം. ഫലവത്തായില്ലെങ്കിൽ വെട്ടിക്കളയാൻ ദൈവത്തിന് അതോറിറ്റി ഉണ്ട്. ആമേൻ. എന്നും ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്, എന്നും ഇങ്ങനെ കാര്യം നടക്കുമെന്നും വിചാരിക്കരുത്. ഇതിനപ്പുറം ദൈവ ന്യായം വിധിക്കുന്ന കർത്താവാണ്. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നു എന്നിൽ ഫലപ്രദമായ ഒരു ആത്മീക ഫലം ഉണ്ടാകണമെന്ന്? പ്രൈസ് ദി ലോർഡ്. ഉള്ള വേരുകൾ, ഞാൻ പറയുന്നത് ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. തലമുറ ആത്മീയരാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ല, വേരു മുതൽ ദൃഢമായെങ്കിൽ മാത്രമേ കൊമ്പുകൾക്കകത്ത് ആഗ്രഹിച്ച ഫലം ഉണ്ടാകത്തുള്ളൂ. ആമേൻ. ദൈവം കൊമ്പ് മുറിക്കുന്ന ദൈവമല്ല. ആമേൻ. എല്ലാം എടുത്ത് വായിപ്പിക്കാൻ സമയമില്ല, വേഗത്തിൽ പറയാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കാണുന്നു, വൃക്ഷത്തിന്റെ ചവിട്ടിൽ അവൻ കോടാലി വെച്ചിരിക്കുന്നു. അതിന്റെ മുമ്പിലത്തെ വാക്യം എന്താ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ആമേൻ. അറ്റ്ലീസ്റ്റ് ആത്മീകൾ, ദൈവമക്കൾ, പെന്തക്കോസുകാർ ഫലം കായ്ക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം മാനസാന്തരത്തിന് യോഗ്യമായിരിക്കണം. ആ ഫലമില്ലെങ്കിൽ വൃക്ഷത്തിന്റെ കൊമ്പിൽ കോടാലി വെച്ചെന്നല്ല, വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടുമെന്നല്ല, വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രസംഗങ്ങളും ഇന്നത്തെ ആരാധനകളും ഇന്നത്തെ യോഗങ്ങളും കൊമ്പ് മുറിക്കുന്ന യോഗങ്ങളാ. പക്ഷെ കൊമ്പ് മുറിക്കുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ആഗ്രഹിച്ച ഫലമില്ലെങ്കിൽ ചെവിട്ടിൽ കോടാലി വെക്കാൻ അധികാരമുള്ള ഒരു പരമോന്നത ന്യായപീഠത്തിലെ പ്രധാന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ അകത്തൊരു ദൈവഭയം വേണം. അവൻ വെട്ടിക്കളയാൻ അധികാരമുള്ളവനാണ്. പെർഗമോസിലെ സഭയ്ക്ക് ദൈവിക ദൂത് കൈമാറുമ്പോൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ വായിലെ വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും. ആ സഭയോടുള്ള ദൂത് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ വായിലെങ്ങനാ വാള് വരുന്നത്? വായിലെ വാളുകൊണ്ട് എങ്ങനാ പോരാടുന്നത്? ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അനുഗ്രഹിക്കാൻ അവൻ ഉയർത്തുന്ന അതേ നാവ് തന്നെ മാനസാന്തരത്തിന് യോഗ്യമാകാത്ത, ദൈവം ആഗ്രഹിച്ച ഫലവത്തായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരാത്ത ജനത്തെ
വെട്ടുവാനും അതേ നാവിനെ വാളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നാം ആരാധിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ഭയം വരുന്നില്ല? കർത്താവിന്റെ വരവിനെ കുറിച്ചോ ആത്മീക ഫലത്തെ കുറിച്ചോ ന്യായം വിധിക്കുന്ന കർത്താവിനെ കുറിച്ചോ ആരും പ്രസംഗിക്കുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. ഇലകൾ കൊണ്ട് തൃപ്തരാകരുത്. ദൈവം നമുക്ക് എന്തെങ്കിലും നന്മ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് എന്തെങ്കിലും ഈ ലോകത്ത് ജീവിക്കാൻ സെറ്റപ്പ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിന്റെ വലിയ ഒരു കരുണയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇതിനകത്തൊന്നും പുകഴുവാനൊന്നുമില്ല. ദൈവദാസൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കാനഡയിൽ വന്നെന്ന് പറഞ്ഞ് നമ്മുടെ ഫീലിങ്സിനൊന്നും മാറ്റമില്ല. നമ്മൾ അതേ ചിരിയാ, അതേ സന്തോഷമാ. അപ്പോൾ തന്നെ നമ്മളെ വെട്ടിയെടുത്ത പാറയിലേക്കും നമ്മളെ കുഴിച്ചെടുത്ത ഖനിഗർഭങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. ആമേൻ. എല്ലാവരും പറയുക, ഞാൻ വളർന്നു, ഞാൻ പന്തലിച്ചു, എന്നിൽ മാറ്റമുണ്ടായി. എന്താ നമ്മൾ കാണുന്ന മാറ്റം? ചില ഭൗതിക സാഹചര്യം മാറിയതാണോ? നമ്മുടെ രീതികൾ മാറിയതാണോ? ദൈവം നമ്മളെ മാനിച്ചെന്ന് പറഞ്ഞതാണോ? അല്ല. ഇതിനപ്പുറം ആത്മീകമായി നമ്മൾ വളരണം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വിചാരം എന്താ? വല്ല വിധേയനെയും എങ്ങനെയെങ്കിലും നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ കർത്താവ് വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പഠിക്കുന്നത് തെറ്റൊന്നുമല്ല. കർത്താവ് വന്നു കഴിഞ്ഞിട്ട് ആൻറ്റി ക്രിസ്റ്റിൻ്റെ ഭരണം എങ്ങനെയാവും, പിന്നെ ഇവിടെ എന്ത് സംഭവിക്കും? ഞാൻ പറയുന്നത്, ഈ വെളിപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ 3 അധ്യായം വായിച്ച് മാനസാന്തരപ്പെടുന്നവൻ മറ്റുള്ളതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ ഈ വരവിൽ എടുക്കപ്പെടാൻ യോഗ്യമായാൽ ഇതിന് ശേഷം ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമ്മൾ ബോധറിയണ്ട. ചില ആൾക്കാർ എന്നാന്നറിയാം, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് ചിലർക്ക് ഉറപ്പായി ചിലപ്പോൾ പോകാൻ സാധ്യത ഇല്ല. പോയില്ലെങ്കിൽ ഇവിടെ എങ്ങനെ ജീവിക്കാമെന്ന് ആൾക്കാരിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആൾക്കാരങ്ങ് കൂലങ്കർഷമായി ചർച്ച നടത്തുക. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, പാസ്റ്റർ അതെന്താവും ഇതെന്താവും. ഞാൻ അദ്ദേഹത്തോട് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ കാര്യം ഇതാണ്: ഈ വരവിൽ പോയാൽ ഈ ടെൻഷനും BP അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊല്ലങ്ങളായി നമ്മുടെ കാത്തിരിപ്പ് ആര് വരുമെന്നാ? നമ്മുടെ കർത്താവ് വരുമെന്ന. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ പരദേശികളാണ്. അത് അമേരിക്ക വന്നാലും അത് കാനഡ വന്നാലും, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മളൊക്കെ ഇവിടുത്തെ പാസ്പോർട്ടിനെ കുറിച്ച് പറയും, എല്ലാം ഇത്ര രാജ്യങ്ങളിൽ ഓൺ അറൈവലുണ്ട്. പക്ഷേ ഏത് പാസ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയാലും ദൈവരാജ്യത്തിൽ ഓൺ അറൈവൽ കിട്ടുന്ന ഒരു പാസ്പോർട്ട് ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. ദൈവരാജ്യത്തിൽ ഓൺ അറൈവൽ കിട്ടുന്ന ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടോ? ഇല്ല. ഈ പാസ്പോർട്ട് കൊണ്ട് ഇവിടുത്തെ വാല്യേ ഉള്ളൂ. എന്നാൽ മാനസാന്തരത്തിന് യോഗ്യമായി ആത്മീയതയോടെ വിശുദ്ധിയോടെ ദൈവം ആഗ്രഹിക്കുന്ന ഫലവത്തായ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ ഈ ലോകത്തിലെ സ്റ്റാറ്റസ് എല്ലാം നിനക്ക് റിജക്റ്റ് ആയാലും നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവിക രാജ്യമുണ്ടെന്ന് അകത്ത് ബോധ്യമുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്തെങ്കിലും ഒപ്പിക്കാനല്ല നമ്മൾ വന്നത്, അവിടെ എത്താനാ പ്രിയരെ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുകൊണ്ട് ദൈവത്തെക്കാൾ, ദൈവത്തിൻ്റെ വചനത്തെക്കാൾ നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുത്താലും അത് അനുഗ്രഹത്തിന് കാരണമാകില്ല, അത് ശാപത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭ ഫലവത്തായി തീരട്ടെ. ആമേൻ. ഈ കിച്ചണറിലുള്ള താബോർ ദൈവസഭയുടെ അകത്ത് 2025 വരേണ്ട ബോധം, എൻ്റെ തലമുറ ആത്മീകമായി പച്ചപിടിക്കണം, എൻ്റെ കുടുംബം ആത്മീകമായി ഫലം കായ്ക്കണം. ഇലകൾക്കകത്താടി ഉലഞ്ഞു നിൽക്കുന്ന ഭൗതിക നേട്ടത്തിനപ്പുറം നിത്യതയിൽ ദൈവം തിരയുന്ന ആത്മീക ഫലത്തിലേക്ക് ദൈവസഭ വളരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാനസാന്തരത്തിന് യോഗ്യമായിരിക്കണം. അല്ല ഇന്നലകളിൽ ഫലം കായ്ച്ച കാര്യമൊന്നും ദൈവത്തിന് കേൾക്കണ്ട. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വാക്യം എടുത്ത് വായിപ്പിക്കാത്തത്. യിരെമ്യാ പ്രവാചകനാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ മാനസാന്തരത്തിന് യോഗ്യമാകാൻ പ്രബോധിപ്പിച്ച ദൈവത്തിന്റെ ദാസൻ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇസ്രായേൽ ജനം കേൾക്ക വിളിച്ചു പറയുകയാണ്. ആമേൻ. എന്താ പറയുന്നത്? നിങ്ങൾ അനുഗമിച്ച് നടന്ന നിന്റെ ഈ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും
ഞാൻ ഓർക്കുന്നു എന്ന്. ആദ്യ കാലത്തെ അനുഭവത്തെ ഓർക്കുന്നൊരു കർത്താവുണ്ട്. അതിൻ്റെ കാര്യം എന്നാ? നമ്മൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ ദൈവരാജ്യ പ്രവേശനത്തിനായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് കൂട്ടായ്മ കാണിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളിലുള്ളൊരു ഭക്തി ഉണ്ടായിരുന്നു, നമ്മളിലൊരു സ്നേഹമുണ്ടായിരുന്നു, നമ്മളിലൊരു ആത്മീക ഫലമുണ്ടായിരുന്നു. പക്ഷെ ഇലകളൊക്കെ കിളിച്ചു തുടങ്ങിയപ്പോൾ ഇലകൾക്ക് പ്രാധാന്യമായി ഫലത്തിൻ്റെ പ്രാധാന്യം പോയി. ഇന്നലകളിൽ ആത്മീയരാണെന്ന് പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. പ്രൈസലോ. ചില ആൾക്കാരോട് ചോദിച്ചാൽ ഉള്ള പ്രശ്നം ഇതാണ്. ചില ആൾക്കാരോട് ചോദിക്കുക, ആത്മീയതയുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, എങ്ങനെയാ കർത്താവുമായിട്ടുള്ള ബന്ധം? അവരെല്ലാം പറയുന്നത് ഈ മിലിറ്ററിക്കാരുടെ കൂട്ടാ ചിലർ വർത്താനം പറയുന്നത്. എക്സ് മിലിറ്ററിക്കാരോട് സംസാരിച്ചിട്ടുണ്ടോ? അവരോട് ചോദിച്ചാൽ ആദ്യം പറയുന്ന ഒരു വാക്കാണ്, എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാലും അവർ പറയുന്നത്, പിള്ളേരോടും പറയും, വെൻ ഐ വാസ് ഇൻ 1973 ഇൻ ഡൽഹി, വെൻ ഐ വാസ് ഇൻ 1983 ഇൻ കാശ്മീർ. ഞാൻ 1983 അവിടെ ആയിരുന്നപ്പോൾ ഇതുപോലെ ചില പെന്തക്കോസ്തുകാരും പറയുന്നത്, പ്രാർത്ഥനയുണ്ടോ, ആത്മീയ കൂട്ടായ്മയുണ്ടോ? ഞാൻ 1975 സഭ വെച്ചപ്പോൾ വന്ന വിശ്വാസിയാണ്. 1983 ഞാനായിരുന്നു ഏകപ്പാട്ടുകാരൻ. 1982 ഞാനായിരുന്നു അത് ചെയ്തത്. അന്ന് ഇതൊന്നും ദൈവസന്നിധിയിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. ഇന്നലകളിൽ ചില ഫലമുണ്ടാ എന്ന് പറഞ്ഞ് ഇന്ന് ദൈവത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ഇലകൾ മാത്രമേ ഉള്ളതെങ്കിൽ ഇന്നലത്തെ നേട്ടം പറഞ്ഞിരിക്കാൻ, ഇത് ഹിസ്റ്ററി മെനയാൻ, ഇത് ഫുട്ബോൾ അല്ല, ഇത് ക്രിക്കറ്റ് അല്ല, ഇത് നേട്ടമുണ്ടാക്കാൻ ലോകപ്രകാരമുള്ള ഗെയിം അല്ല. 2025 മാർച്ച് മാസം 9-ാം തീയതി നീയാകുന്ന വൃക്ഷത്തെ ദൈവം നോക്കിയാൽ അവൻ ആഗ്രഹിക്കുന്ന ഫലം at present. അതാ കർത്താവ് അത്തിയെ നോക്കിയത്. ഇപ്പോൾ വല്ലതുമുണ്ടോ? ഒന്നും കണ്ടില്ല. കർത്താവ് എന്താ പറഞ്ഞ? മേലാൽ. മേലാൽ. ഞാൻ ആ വാക്ക് ശ്രദ്ധിച്ചു. അത്തി ഉണങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ മേലാൽ ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തൽഫലമായി സംഭവിച്ച റിസൾട്ടാണ് അത്തി എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. എന്താ ഈ മേലാൽ എന്ന് പറയാൻ കാരണം? എടാ, ഞാൻ ആഗ്രഹിച്ചപ്പം എനിക്കൊരു ഫലം തരാൻ പറ്റാത്തത് ഇനി ലോകത്തിന് ഫലം കൊടുക്കണ്ടെന്ന് ദൈവം തീരുമാനിച്ചു. ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയുകയാ, ഇത്രയും കാലം പോയത് മതി. ദൈവം ഇന്ന് പകൽ സഭയോടൊരു പ്രവചന ദൂത് പോലെ പറയുക, ചില പുതിയ കിളിർപ്പുകൾ ദൈവസഭയ്ക്കകത്തുണ്ടാകട്ടെ, ചില പുതിയ ഫലങ്ങൾ ദൈവസഭയ്ക്കകത്തുണ്ടാകട്ടെ. അത് മാനസാന്തരത്തിന് യോഗ്യമായിരിക്കണം, ദൈവരാജ്യത്തിന് യോഗ്യമായിരിക്കണം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാനിന്ന് പകൽക്കാലം ചുരുക്കുക. നമുക്കറിയാം, സംഖ്യാപുസ്തകത്തിൽ അഹരോന്റെ വടി സാക്ഷ്യ കൂടാരത്തിൽ കൊണ്ടുവച്ചു 11 വടിക്കൊപ്പം 12 വടി. ഇന്നലെ വരെ സാധാരണ വടി എന്ന് പറഞ്ഞ് വിധി എഴുതിയ ആ വടി സാക്ഷ്യ കൂടാരത്തിൽ മോശ 11 വടിക്കൊപ്പുറം കൊണ്ടുവച്ചപ്പോൾ സംഖ്യ 17-ന്റെ 7-8 എന്താ വായിക്കുന്നത്? പിറ്റേന്നാൾ ചെന്നപ്പോൾ ആ വടി തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. ഞാൻ ചോദിക്കട്ടെ, ആരാ അതിന് വെള്ളമൊഴിച്ചത്? ആരുമില്ല. ആരാ അവിടെ മണ്ണിട്ടത്? ആരുമില്ല. മണ്ണിന്റെ ഗന്ധമില്ലാത്ത, വേരിന്റെ ലാഞ്ചനയില്ലാത്ത, വെള്ളത്തിന്റെ നനവില്ലാത്ത ഒരു സാധാരണ കമ്പിനെ, ഇന്നലെ വരെ ഉണക്കക്കമ്പെന്ന് പറഞ്ഞ ഒരു സാധാരണ കമ്പിനെ ദൈവ സാന്നിധ്യത്തിൽ ബദാം ഫലമുള്ളതാക്കി മാറ്റി. അതേ ദൈവം തന്നെ അല്ലേ ആരെങ്കിലും ഒക്കെ വെള്ളമൊഴിച്ച് തോട്ടം കാക്കാൻ ആളുണ്ടായിട്ടും മണ്ണുണ്ടായിട്ടും വളർച്ചയുണ്ടായിട്ടും കാവലുണ്ടായിട്ടും ലോകത്ത് ശ്രേഷ്ഠമെന്ന് ഇന്നലെ വരെ പറഞ്ഞ അത്തിയിൽ ദൈവം ആഗ്രഹിക്കാത്ത ഫലമില്ലാതിരുന്നപ്പോൾ അതിനെ ദൈവം ഉണക്കിക്കളഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ഇത് രണ്ടുകൂടെ ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഒരു സൈഡിൽ ലോകം ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞതിനെ ദൈവം ഉണക്കിക്കളയുമ്പോൾ, ഒരു സൈഡിൽ ലോകം മാറ്റി നിർത്തിയ മനുഷ്യൻ ഭ്രഷ്ടം കൽപ്പിച്ച ലേവി ഗോത്രത്തിന്റെ നിന്ദയുടെ മേൽ അടയാളമായി മാറാൻ ഇന്നലെ വരെ ഉണക്കവടിയാണെന്ന് പറഞ്ഞ ഒരു വടിയെ ഫലവത്താക്കി മാറ്റിയെങ്കിൽ, ഇന്നു പകൽ ഹെഡ് വെയിറ്റ് അല്ല ദൈവം നോക്കുന്നത്, പാരമ്പര്യമല്ല ദൈവം നോക്കുന്നത്, തഴക്കമല്ല ദൈവം നോക്കുന്നത്. അവന്റെ സാന്നിധ്യത്തിൽ ഒരു സാധാരണ കമ്പായിട്ട് കയറിയിരുന്നാലും നിന്നെ ഫലവത്താക്കുന്ന ഒരു ദൈവമുണ്ട്. ഫലം കിളിക്കണോ? നമ്മുടെ ഭൗതിക ശ്രേഷ്ഠതകൾ അടിയറവ് പറയണം. ഫലമുണ്ടാകണമോ? നമ്മുടെ നേട്ടങ്ങളെ താഴെ വെക്കണം. ഫലമുണ്ടാകണമോ? നമ്മുടെ പറച്ചിലുകൾ അവസാനിക്കണം. 2025 അത്തിയടത്രയും വലിപ്പം പറയാനില്ലെങ്കിലും ഒരു സാധാരണ വടിയാണെങ്കിലും ഞാൻ സാന്നിധ്യത്തിനകത്താണെന്ന് പറയാൻ, ഞാൻ ദൈവകൃപയ്ക്കകത്താണെന്ന് പറയാൻ ദൈവസഭയ്ക്ക് പറ്റുന്നെങ്കിൽ വരൾച്ചകൾ മാറും. ഞാനിപ്പോൾ പല സഭകളോടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, കാനഡയിൽ വിന്റർ വന്നാൽ നമ്മുടെ ആത്മീയത വിന്റർ ആകരുത്.
നമ്മുടെ സ്പിരിച്വൽ ഡ്രൈനസുകൾ മാറണം, ആത്മീക വരൾച്ച മാറണം, നമ്മുടെ തലമുറകളെ വിട്ടു മാറണം, നമ്മുടെ സഭയെ വിട്ടു മാറണം. 2025 ആത്മീക ശൈത്യത്തെ ബ്രേക്ക് ചെയ്തിട്ട് ആത്മാവിൽ ഉണരുന്ന ഒരു വർഷമാകണം. എത്ര പേർ അതിന് ആമേൻ പറയും? എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യും? പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ദൂത് പോലെ ഞാൻ ദൈവസഭയോട് കൈമാറുക. ഡ്രൈനസുകളെ ദൈവം മാറ്റട്ടെ, ചില കിളിർപ്പുകൾ ഉണ്ടാകട്ടെ. ആരാധിക്കുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ, ആരാധനയ്ക്ക് കുറവില്ലാത്ത, പാട്ടിന് കുറവില്ലാത്ത, ഉപവാസത്തിന് കുറവില്ലാത്ത, കാത്തിരിപ്പ് യോഗത്തിന് കുറവില്ലാത്ത, ആത്മീക ശുശ്രൂഷകൾക്ക് കുറവില്ലാത്ത എൻ്റെ ഭൗതിക നേട്ടത്തെ ഞാൻ സെക്കൻഡറിയായി കണ്ട് ഈ തലമുറയിൽ കർത്താവ് വന്നാൽ ഇലയുള്ളവനല്ല എടുക്കപ്പെടുന്നത്, ഫലമുള്ളവനാണ് എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇലകൾക്കകത്ത് അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. ഒരു സാധാരണ വടിയെ, അത് ബദാമിന്റെ കമ്പ് അല്ലാതിരിക്കെ അതിനകത്ത് ബദാം ഫലം ഉണ്ടാക്കിയെങ്കിൽ അത്തിയുടെ ഫലം തരാതിരിക്കുമ്പോൾ പുറംപറമ്പെന്ന് പറഞ്ഞ ചെലവിനെ ദൈവം കിളിർപ്പിക്കുമെങ്കിൽ ഇന്ന് പകൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പ്രതിസന്ധികളിൽ ആടി ഉലഞ്ഞ് ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ അവരോട് ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂതായിട്ട് പറയാം, നിന്നെ ആരും നോക്കിയില്ലെങ്കിലും നിന്നെ തെരഞ്ഞെടുത്ത് തളർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അത്തിയുടെ മഹിമയല്ല വേണ്ടത്, കാലപ്പഴക്കമല്ല വേണ്ടത്. ഇന്നും ഞാൻ ആത്മികനാണെന്ന് പറയുന്ന ഒരു നിലവാരം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവം വെട്ടുന്ന പരുവത്തിലാണോ, ദൈവം ഉണക്കുന്ന പരുവത്തിലാണോ, ദൈവം കോടാലി വെച്ച പരുവത്തിലാണോ, അതോ ഇലകൾ കൊണ്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന പരുവത്തിലാണോ, അതോ ആത്മികമായി കിളിർപ്പ് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്നിൽ ഫലമുണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിന്നെ ചെത്തും, നിന്നെ വെടിപ്പാക്കും. കുഞ്ഞേ, ഈ പ്രതിസന്ധി നീ തകരുന്നു എന്നല്ല നിന്റെ അർത്ഥം. നിന്നെ ചെത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫലം കിളിർത്തു തുടങ്ങിയെന്ന. ദൈവം നിനക്ക് ചില സ്ട്രഗിളിങ് തരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഫലം കിളിർത്തു തുടങ്ങുന്ന. ഉറങ്ങുന്നവന് പ്രശ്നമില്ല, ആരാധിക്കാത്തവന് പ്രശ്നമില്ല, ഉപവസിക്കാത്തവന് പ്രശ്നമില്ല. എന്താ ഉപവസിക്കുന്നവന് പ്രശ്നം? എന്താ വിശുദ്ധിയോടെ നിൽക്കുന്നവന് പ്രശ്നം? ഒറ്റ കാരണം, ഫലമുള്ള വൃക്ഷത്തേലാണ് ഏറുള്ളത്, ഫലമുള്ള വൃക്ഷത്തേലാണ് പ്രതിസന്ധി ഉയരുന്നത്. എന്നാൽ ഇന്ന് പകൽ ദൈവസഭ പറയണം, എത്രയൊക്കെ ഈശാനുമൂലൻ അടിച്ചാലും, എത്രയൊക്കെ കൊടുങ്കാറ്റടിച്ചാലും, എത്രയൊക്കെ പ്രളയമുണ്ടെങ്കിലും വേര് ക്രിസ്തുവിൽ ഉറച്ച ഭക്തനെ തകർത്ത് കളയാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റത്തില്ല. അതുകൊണ്ട് 2025 ഇലകൾക്കപ്പുറം ഫലമുള്ള, ആത്മീക ഫലമുള്ള, സ്നേഹമുള്ള, ഐക്യതയുള്ള, ദൈവകൃപയുള്ള, കൂട്ടായ്മയുടെ ബന്ധം ദൃഢമാക്കുന്ന ഒരാത്മീക ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് പകലത് കൊതിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കണ്ണടച്ചാട്ടെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരുപാട് വലിയ ഭാഗങ്ങൾ പറയാനുള്ള കാര്യമാണ്, എങ്കിലും അതിൻ്റെ ഒരു ക്യാപ്സൂൾ ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞത്. ഇന്ന് പകൽ ആത്മാവിൽ ഫലമുള്ളവരായി ക്രിസ്തുവിൽ ദൃഢമാകാൻ ദൈവം ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഇലകൾക്കകത്തോ, ഞങ്ങളുടെ പ്രൗഢിക്കകത്തോ, ഞങ്ങളുടെ മാനത്തിനകത്തോ ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇന്നും വെട്ടാതെ നിർത്തിയ ദൈവത്തിന് സ്തോത്രം. അത്തിയേക്കാൾ ബലമുള്ളവരായിട്ടല്ല, അത്തിയേക്കാൾ വലിയവരായതുകൊണ്ടല്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത്. അത്തിയോട് കാണിക്കാത്ത ഒരു കരുണ, അത്തിയോട് കാണിക്കാത്ത ഒരു ഫേവർ ദൈവം ഞങ്ങളോടും ഞങ്ങളുടെ സന്തതിയോടും ഈ മണ്ണിൽ കാണിച്ചത് കൊണ്ട് അങ്ങയുടെ ദയയ്ക്ക് സ്തോത്രം. നാളെയും കൃപയോടെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വം ഞങ്ങളുടെ കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.